അപ്പോൾ നമ്മുടെ ഫ്രേസൽ വേർബ്സിൻ്റെ അടുത്ത എപ്പിസോഡ് തുടങ്ങുന്നു. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ഫ്രേസൽ വേർബ് ഹാങ് ഔട്ട്. ഹാങ് ഔട്ട് എന്നതിൻ്റെ അർത്ഥം നമ്മുടെ പ്രിയപ്പെട്ടവരോടൊത്ത്, കുടുംബാംഗങ്ങളോടൊത്തോ അല്ലെങ്കിൽ ചങ്ങാതിമാരോടൊത്തോ അല്ലെങ്കിൽ വളരെ പ്രിയപ്പെട്ടവരോടൊത്തൊക്കെ ചുറ്റിക്കറങ്ങുക, സമയം ചെലവഴിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷിലെ ഫ്രേസൽ വേർബാണ് ഹാങ് ഔട്ട്. ഉദാഹരണങ്ങൾ നോക്കാം. ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട് ടുനൈറ്റ്? ഇന്ന് രാത്രി ഒന്ന് ചുറ്റിക്കറങ്ങണോ? ലെറ്റ് us ഹാങ് ഔട്ട് ഇൻ ദ ബീച്ച് ഇൻ ദ ഈവനിങ്. ഇന്ന് വൈകിട്ട് നമുക്ക് ബീച്ചിൽ കറങ്ങാം. ദേ ഹങ് ഔട്ട് ഇൻ ദ കോഫി ഷോപ്പ് ആഫ്റ്റർ ദ ക്ലാസ്. ക്ലാസ്സിന് ശേഷം അവർ കോഫി ഷോപ്പിലേക്ക് ഇറങ്ങി. ഹീ ഈസ് ഹാങ്ങിങ് ഔട്ട് വിത്ത് ഹിസ് ബിലവഡ് അറ്റ് ദ മോൾ. അവൻ അവൻ്റെ കാമുകിയുമായി മോളിൽ ചുറ്റിക്കറങ്ങുകയാണ്. ഇനി ഹങ് ഔട്ട്, ചുറ്റിക്കറങ്ങി. ഐ ഹങ് ഔട്ട് അറ്റ് ദ പാർട്ടി ഓൾ ദ നൈറ്റ്. ഞാൻ ആ പാർട്ടിയിൽ കറങ്ങി രാത്രി മുഴുവൻ. ഇനി ഫ്യൂച്ചർ ടെൻസ് ആണ്, ചുറ്റിക്കറങ്ങും. വിൽ ഹാങ് ഔട്ട് വെച്ചുള്ള ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഐ വിൽ ഹാങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് ആഫ്റ്റർ ദ വർക്ക്. ജോലിക്ക് ശേഷം സുഹൃത്തുക്കളുമൊത്ത് ഞാനൊന്ന് കറങ്ങും. ഷീ ഹാസ് ഹങ് ഔട്ട് അറ്റ് ദ കഫേ ബിഫോർ. ഇതിനു മുമ്പ് അവൾ ഈ കഫേയിൽ കറങ്ങിയിട്ടുണ്ട്. ഐ വാസ് ഹാങ്ങിങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് വെൻ ദ പോലീസ് കെയിം. പോലീസ് വന്നപ്പോഴേ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് അവിടെ ചുറ്റിക്കറങ്ങുകയായിരുന്നു. ഷീ വിൽ ബി ഹാങ്ങിങ് ഔട്ട് അറ്റ് ദ ബീച്ച് ടുനൈറ്റ്. ഇന്ന് രാത്രി അവൾ ആ കടൽ തീരത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. വേറെ ഒരു അർത്ഥത്തിലും ഹാങ് ഔട്ട് ഉപയോഗിക്കാം. ദ മോൾ ഈസ് അവർ ഹാങ് ഔട്ട്. ആ മോളാണ് ഞങ്ങൾ ചുറ്റിക്കറങ്ങുന്ന സ്ഥലം. ഹാങ് ഔട്ട് എന്നുള്ളതിന് ചുറ്റിക്കറങ്ങുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാം. ദാറ്റ് ഗാർഡൻ ഈസ് അവർ ഹാങ് ഔട്ട്. ആ പൂന്തോട്ടമാണ് ഞങ്ങളിന്ന് കറങ്ങുന്ന സ്ഥലം. ഇനി ഇതോട് ചേർന്ന് വരുന്ന മറ്റൊരു ഫ്രേസൽ വേർബാണ് ഹാങ് അറൗണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്, ഉപയോഗിക്കേണ്ടതായിട്ടുമുണ്ട്. അതെന്താണ് വ്യത്യാസമെന്ന് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.